രേഷ്മെ, ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖാംനയുടെ ശവസംസ്കാരം 6 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ചടങ്ങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, യുദ്ധം തുടങ്ങിയ സമയം അത് തന്നെ വളരെ വേദനാജനകമായ ഒരു സമയമായിരുന്നു. എന്ന് വെച്ചാൽ ആദ്യം യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഇറാന്റെ പരമോന്നത നേതാവിന്റെ ആ ഒരു വിയോഗമായിരുന്നു. അന്നത്തെ നാഷണൽ മീഡിയാസ് അല്ലെങ്കിൽ ഇറാന്റെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ അവര് ന്യൂസ് റീഡേഴ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്തപ്പോൾ വളരെ കരഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്തത്. അത് അത്രയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ കരഞ്ഞുകൊണ്ടായിരുന്നു ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ ഇന്ന് ഈ ഒരു 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ചടങ്ങിലും 100 രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാവരും ആ ഒരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു വിയോഗത്തെ വിസ്മരിച്ചുകൊണ്ടാണ് വരുന്നത്. ഈ 6 ദിവസത്തെ ഈ ചടങ്ങിന് ശേഷം വീണ്ടും യുദ്ധം പഴയതുപോലെ തുടങ്ങുമോ? നമുക്ക് ഇത്രയും നാൾ യുദ്ധമെല്ലാം അൺപ്രഡിക്റ്റബിൾ ആയിട്ട് തന്നെ ആയിരുന്നു വന്നോണ്ട്. കാര്യം, കരാറിൽ ഒപ്പിട്ടു, യുദ്ധം നിർത്തി, യുദ്ധം അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും യുദ്ധം പെട്ടെന്ന് തന്നെ പുറപ്പെടുന്ന അങ്ങനൊരു അവസ്ഥയായിരുന്നു. ഈ ഒരു 6 ദിവസം പിന്നിടുമ്പോഴും വീണ്ടും യുദ്ധം പഴയതുപോലെ ആകുമോ? അല്ലെങ്കിൽ നമുക്കറിയാം, ഇറാന് ആ ഒരു വിഷമം ഉണ്ടെങ്കിലും ഇറാൻ പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കാതെ പോകുന്ന ഒരാളല്ല ഇറാൻ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ശക്തിയാണ്, നമുക്കറിയാം. അപ്പൊ ഈ ഒരു അവസ്ഥ ഇറാന്റെ ഭാവി എങ്ങനെയായിരിക്കും? ഇറാന്റെ ഭാവി എന്ന് പറയുന്നത് വളരെ നിർണായകം തന്നെയാണ്. കാരണം ഇറാന്റെ ഭാവി എന്ന് പറയുന്നത് ഒരിക്കലും ആരുടെ മുന്നിലും അവർ അടിയറവ് പറയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നോ ഇറാനിലേക്ക് ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരത് തിരിച്ചടിക്കും. ഇനി ഈ അന്ത്യവിശ്രമം എന്ന് പറയുന്നത് അത് അഞ്ജലി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും ദിവസം നീട്ടിക്കൊണ്ടുപോകാൻ, അതായത് ഫെബ്രുവരി 28 തുടങ്ങിയ ആക്രമണത്തിലായിരുന്നു അദ്ദേഹം മരിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നടത്തേണ്ട കാര്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇറാൻ അറിയാം. മാത്രമല്ല, ഈ ശവസംസ്കാര ചടങ്ങിലൂടെ ചില ആളുകൾക്ക് കൊള്ളണം എന്ന് ഇറാൻ തീരുമാനിച്ചിരുന്നു. ആർക്കൊക്കെയാണ് അത് കൊള്ളേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം, എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം ഈ ഒരു ശവസംസ്കാര ചടങ്ങ് നീട്ടിക്കൊണ്ടുപോയത് എന്നതിന് ഇറാന് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ട്. കാരണം ഈ ഇറാൻ ക്ഷണിച്ചിട്ടുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിൽ നിന്നും അവിടുത്തെ പ്രസിഡന്റുമാർ വരുന്നു, അവിടുത്തെ പ്രതിരോധ മന്ത്രിമാർ വരുന്നു. അങ്ങനെ ആ ഒരു വലിയ ചടങ്ങ് അത്രയും നീട്ടിക്കൊണ്ടുപോകാനും ഇങ്ങനെ 6 ദിവസം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനുമുള്ള കാരണം എന്ന് പറയുന്നത് ഇറാന്റെ കരുത്തിനെ അല്ലെങ്കിൽ ഇറാന്റെ കരുത്ത് ലോകത്തിന് മുന്നിൽ കാണിക്കുക എന്നത് തന്നെയാണ്. മാത്രമല്ല, ഇതിലൂടെ അവരൊരു മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ആയത്തുള്ള അലി ഖംനിയെ വധിച്ചത് കൊണ്ട് ഞങ്ങൾ ഒരിക്കലും പിന്മാറില്ല, ഇത് ഞങ്ങളുടെ രക്തസാക്ഷിയാണെന്ന് അവർ അന്ന് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം മരിച്ച സമയത്ത് അവർക്ക് സങ്കടമുണ്ടായിരുന്നു, അവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഈ പറയുന്നത് പോലെ അവര് അദ്ദേഹം മരിച്ചത് കൊണ്ട് ഒരിക്കലും യുദ്ധത്തിൽ നിന്ന് പിന്മാറാനോ അല്ലെങ്കിൽ യുദ്ധം മതിയാക്കി പോകാനോ ഒന്നും അവർ ശ്രമിച്ചിട്ടില്ല. അവർ അദ്ദേഹത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തെ അവരെങ്ങനെയാണ് എടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന്റെ ഒരു രക്തസാക്ഷിയാണ്. അതായത് ഇനിയും ഞങ്ങൾ യുദ്ധം ചെയ്യും, ഇനിയും ഞങ്ങൾ പോരാടും, ആർക്കും ഞങ്ങൾ അടിയറവ് പറയില്ല, ഞങ്ങളുടെ പരമാധികാരം ആർക്കും മുന്നിൽ വെക്കില്ല എന്ന കൃത്യമായിട്ടുള്ള നിലപാട് കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ദിവസം അദ്ദേഹം ഒരു ആക്രമണം നടന്നു മരിച്ചു, അല്ലെങ്കിൽ അടുത്ത ദിവസം ശവസംസ്കാര ചടങ്ങുകൾ നടത്താൻ അവർക്ക് കഴിയാഞ്ഞിട്ടല്ല. പക്ഷെ എന്തുകൊണ്ടാണ് അവർ ഈ ഒരു ദിവസം വരെ നീട്ടിക്കൊണ്ടുപോയി ഇത്രയും രാജ്യങ്ങളെ ക്ഷണിച്ചുകൊണ്ട് അവിടെ ആ ഒരു ശവസംസ്കാരം നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയൊരു തിരിച്ചുവരവ് ഇറാൻ ഉണ്ട് എന്നതാണ്. കാരണം അത്രയും പ്രസിഡന്റുമാരെ വിളിക്കുന്നു, 100 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുന്നു. മാത്രമല്ല, ചൈന, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ അവിടെ ഒരു നിർണായക നീക്കം നടക്കുകയാണ്. കാരണം ഇത് അമേരിക്കയ്ക്കും ഇസ്രയേലിനുമുള്ള ഒരു താക്കീത് കൂടിയാണ്. കാരണം ഇവരുടെ രാജ്യങ്ങളിലേക്ക് ചൈന, റഷ്യ, അതുപോലെ തന്നെ ഉത്തര കൊറിയ ഒക്കെ വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് വലിയൊരു ബോണ്ടിങ് ആണ്. ഈ ഇറാനൊപ്പം നിൽക്കുന്ന ഷിൻപിങ്ങോ അതുപോലെ തന്നെ ഈ ഉത്തര കൊറിയയുടെ പ്രസിഡന്റും ഒക്കെ നിൽക്കുമ്പോൾ, റഷ്യയും പുടിനും ഒക്കെ വരുമ്പോൾ ഇവിടെ ഒരു നിർണായക നീക്കം കൂടി നടക്കുന്നുണ്ട്. അത് ഈ അമേരിക്കയും ഇസ്രയേലിനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി കൂടിയാണ്. കാരണം ഈ രാജ്യങ്ങൾ ഒരുമിച്ച് അടിക്കുകയാണ്, അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് വരികയാണ്, ഇവർ ഒരുമിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു, അവിടെ ചില നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ അവര് കൈവരിക്കുന്നു. അങ്ങനെ അതിലൂടെ തന്നെ അവരുടെ സൗഹൃദം കൂടുതൽ ദൃഢമാക്കുന്നു. ഈ ദൃഢമാക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഈ പറയുന്നത് അമേരിക്കയാണ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ ഏകദേശം ഈ യുദ്ധത്തിൽ വലിയ പരാജയം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. കാരണം ട്രംപിന് ഈ യുദ്ധം ഇനി നീട്ടിക്കൊണ്ടുപോകാൻ
തീരെ താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം യുദ്ധം ഇനി ട്രംപിനെ കൊണ്ട് കൂടിയാൽ കൂട്ടില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നിൽ ഇറാനെ കാണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഇത്തരം നീക്കങ്ങൾ അല്ലെങ്കിൽ ഇത്തരം രാജ്യങ്ങൾ അവരുടെ ഇറാനിലേക്ക് വരുന്നു, അപ്പോൾ അവരെല്ലാവരുമായിട്ട് കൈകോർക്കുന്നു, അവരുമായിട്ടുള്ള സൗഹൃദം ലോകത്തിന് മുന്നിൽ കാണിക്കുന്നു, അവരുടെ കരുത്ത് കാണിക്കുന്നു. അതൊക്കെ തന്നെ ഈ പറയുന്നത് പോലെ തന്നെ അമേരിക്കയും ഇസ്രായേലിനെയും വിറപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അഞ്ജന പറഞ്ഞ് ഒരു പക്ഷേ യുദ്ധം തുടങ്ങാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ ഇപ്പോൾ വെടിനിർത്തലാണ്. നമുക്കറിയാം ഈ യുദ്ധം തുടങ്ങിയപ്പോൾ അഞ്ജന പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു യുദ്ധലംഘനം നടത്തിയത് ട്രംപ് തന്നെയാണ്. ട്രംപ് അനാവശ്യമായിട്ട് ആരോപണങ്ങൾ ഈ അടുത്ത് പോലും ഈ ശവസംസ്കാര ചടങ്ങിന് തൊട്ടു മുമ്പ് പോലും കപ്പൽ ആക്രമിച്ചു എന്ന് പറഞ്ഞ ഒരു ഗുരുതര ആരോപണവുമായിട്ടാണ് ട്രംപ് ആക്രമണം നടത്തിയത്. അതായത് ഇറാന്റെ പ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു. ഇറാൻ നിമിഷ നേരം കൊണ്ട് തിരിച്ച് ഈ അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്ക് ബഹ്റിനിലേക്കും കുവൈറ്റിലേക്കും ആക്രമണം നടത്തുന്നു. അപ്പം അവിടെ ആരാണോ ആക്രമണം തൊടുക്കുന്നത് അല്ലെങ്കിൽ ആരാണോ ആദ്യം തുടങ്ങുന്നത്, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ വാക്കേ ഉള്ളൂ, താൽക്കാലികമായിട്ട് വെടിനിർത്തൽ അവര് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവര് യാതൊരു കാര്യവുമില്ലാതെ അങ്ങോട്ടേക്ക് പോയി ആക്രമണം നടത്തില്ല എന്നുള്ളത് ഈ ഒരു യുദ്ധത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആദ്യം തൊട്ടേ അവർ അങ്ങനെ ഒരു അങ്ങോട്ടേക്ക് കയറി അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പോ എന്ന് പറയുന്നത് ഈ അമേരിക്കയാണ് പല തവണകളായിട്ട് ഈ യുദ്ധലംഘനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ആക്രമണം തൊടുത്തു വിട്ടത്. അതായത് വെടിനിർത്തൽ ലംഘനമൊക്കെ ഒരു എന്താ പറയുക വെള്ളത്തിൽ വരച്ച വര പോലെ ട്രംപ് കണ്ടുകൊണ്ട് ട്രംപ് ആക്രമണം തൊടുത്തു വിട്ടത്. പക്ഷേ ഇപ്പോൾ ശവസംസ്കാര ചടങ്ങ് നടക്കുകയാണ്. യാതൊരു പ്രകോപനകരമായിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നില്ല, യുദ്ധങ്ങൾ നടക്കുന്നില്ല, താൽക്കാലിക വെടിനിർത്തൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ ശവസംസ്കാര ചടങ്ങുകളൊക്കെ നടന്ന് കഴിഞ്ഞ് ഇതിന്റെ ഇറാൻ പൂർണ്ണ ശക്തിയായിട്ട് വീണ്ടും നിന്ന് കഴിയുമ്പോൾ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഹോർമുസ് തന്നെയാണ്. കാരണം ഹോർമുസ് ആയിരുന്നല്ലോ ആദ്യം ഈ ഒരു ശവസംസ്കാര ചടങ്ങിന് മുന്നേ ഇറാനിലേക്ക് ആക്രമണം നടത്താനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ വീണ്ടും ഹോർമുസിലേക്ക് ആ ഒരു പ്രശ്നം വന്നേക്കാം. ഒമാനും ഇറാനും രണ്ടുപേർക്കും അധികാരമുള്ള ഒരു കടലാണ് ഈ ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് കൂടാതെ അമേരിക്ക അങ്ങോട്ടേക്ക് വന്ന് അവർക്ക് അവിടുത്തെ നിയന്ത്രണം വേണം അല്ലെങ്കിൽ അവിടുത്തെ വിഹിതം വേണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ന്യായീകരിക്കുന്ന കാര്യമല്ല. അതൊരിക്കലും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. അമേരിക്ക എവിടെ കിടക്കുന്നു, ഇറാനും ഒമാനും എവിടെ കിടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ട്രംപിന് എപ്പോഴും ഈ ആർത്തിയും അതുപോലെ തന്നെ അഹങ്കാരവും കൂടുതലാണ്. അതുകൊണ്ട് ഏത് നിമിഷവും ഈ പറയുന്നത് പോലെ തന്നെ ഹോർമുസിന്റെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീണ്ടും വേണം എന്ന് പറഞ്ഞ് അത് വരാൻ സാധ്യതകൾ ഏറെയാണ്. അങ്ങനെ വരികയാണെങ്കിൽ അതിന്റെ ഭാവി എന്ന് പറയുന്നത് ഇറാൻ തിരിച്ചടിക്കും. ഇറാന്റെ ഭാഗത്തു നിന്ന് വീണ്ടും ആക്രമണം ഉണ്ടാകും. അത് അമേരിക്കയെ ഒരിക്കലും ഈ പറയുന്നത് പോലെ തന്നെ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയൊരു പ്രഹരമായിട്ട് മാറുകയും ചെയ്യും. ഈ കഴിഞ്ഞ ബഹ്റിനിലും കുവൈറ്റിലും നടന്ന ആക്രമണം പോലും അമേരിക്ക അക്ഷരാർത്ഥത്തിൽ തളർത്തിയിട്ടുണ്ട്. അപ്പൊ ഇനിയൊരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിരിക്കും. അത് ട്രംപിനും വ്യക്തമായിട്ട് അറിയാമല്ലോ. ട്രംപിനും അറിയാം ഇത് കൈ പിടിച്ചാൽ കൊള്ളുന്ന സാധനമല്ല എന്നുള്ളത് ട്രംപിനും അറിയാം. എന്നിട്ടും ട്രംപ് എല്ലാത്തിനും എടുത്തു ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറാന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു പരമോന്നത നേതാവ് ശത്രുക്കളാൽ ഇങ്ങനെ മരണപ്പെടുന്നത്. അങ്ങൊരു ചരിത്രം ആദ്യമായിട്ടാണ് ഇറാന്റെ പദം. അപ്പം എന്തുമാത്രം പവർഫുൾ ആയിരുന്നു ഇറാൻ എന്നുള്ള കാര്യം ഇതിനു മുന്നേ വരെ എന്തുമാത്രം പവർഫുൾ ആയിരുന്നു ഇറാൻ എന്നുള്ളത് തന്നെയാണ് കാണേണ്ടത്. അപ്പൊ അതിനുശേഷം ഈ ഒരു വിയോഗത്തിന് ശേഷവും ഇറാൻ അത്ര പവറിൽ തന്നെ ആയിരുന്നു നിന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമല്ലായിരുന്നു. അപ്പോൾ അഞ്ജന പറഞ്ഞതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പരമോന്നത നേതാവ് ശത്രുക്കളുടെ ആക്രമണം മൂലം മരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അവിടെയാണ് ഒരു വളരെ വ്യത്യസ്തമായിട്ട്, അതായത് യുദ്ധം തുടങ്ങിയ സമയത്ത് ബങ്കറിൽ ഒളിക്കുന്ന നെതന്യാഹുവിനെയും ട്രംപിനെയും ഒക്കെയാണ് നമ്മൾ കാണാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ജനങ്ങളെക്കാട്ടി മുന്നേ, ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കാൻ വന്നവര് ജനങ്ങളെക്കാട്ടി മുന്നേ ആക്രമണ സമയത്ത് ബങ്കറിലേക്ക് ഓടി വിളിക്കുന്നത്. പക്ഷെ അത് പറഞ്ഞപ്പോഴാണ് രേഷ്മ ഈ ഒരു ചടങ്ങിൽ, ഈ ഒരു ശവസംസ്കാര ചടങ്ങില് അയത്തുള്ള ഖംനിയുടെ മകൻ മുസ്തഫ അയത്തുള്ള ഖംനി മുന്നിൽ നിന്ന് നടത്തേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം മാറി നിൽക്കുകയാണ് ഈ ചടങ്ങിൽ നിന്ന്. ബിക്കോസ് ഓഫ് സേഫ്റ്റി കൺസേൺസ് കൊണ്ടാണ് മാറി നിൽക്കുന്നത്. സുരക്ഷ മുൻനിർത്തി തന്നെയാണ് അദ്ദേഹം മാറി നിൽക്കുന്നത്. അപ്പൊ എന്തുമാത്രമാണ് ഇറാൻ മറ്റുള്ളവരുടെ കാര്യത്തിലും അല്ലെങ്കിൽ ജനങ്ങളുടെ കാര്യത്തിലും മുൻതൂക്കം നൽകുന്നതെന്നുള്ള ഒരു വലിയൊരു കാര്യമല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ മുജ്തബ ഖമീനി നേരിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും വരാനുള്ള സാധ്യതകൾ ഏറെ ആയിരിക്കാം. അതുകൊണ്ട് ഒരു സുരക്ഷ മുൻനിർത്തി ആയിരിക്കാം അദ്ദേഹം ചിലപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ഓടി നടന്ന് മുജ്തബ ഖമീനിക്ക് എത്താൻ കഴിയില്ല. കാരണം അദ്ദേഹം അവിടെ കൺട്രോൾ ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത്, ഓരോ പ്ലാനിങ്ങുകൾ നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു സുരക്ഷ ഒരുക്കിക്കൊണ്ടായിരിക്കാം അദ്ദേഹം മാറിയിരിക്കുന്നത്. എങ്കിലും മുജ്തബ ഖമീനി അങ്ങനെയാണെങ്കിലും ഈ
മരണപ്പെട്ട ആയത്തുള്ള അലി ഖംനെ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം എല്ലാത്തിനെയും നേരിടുന്ന ഒരു വ്യക്തിയാണ്. കാരണം സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എങ്ങും ഒരു ബങ്കറിലും ഒളിച്ചോടാതെ യാതൊരുവിധ കുഴപ്പമില്ലാതെ ജനങ്ങൾക്കൊപ്പം താമസിച്ചിരുന്നപ്പോഴാണ്, അതായത് ചതിപ്രയോഗത്തിലൂടെയാണല്ലോ അദ്ദേഹം മരണപ്പെടുന്നത്. അല്ലാതെ അദ്ദേഹത്തെ നേരിട്ട് കൊല്ലാമെന്ന് കരുതി മുൻകൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അതായത് ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ചർച്ചകൾ നടക്കുകയാണ്. രണ്ടാം ഘട്ട ചർച്ച കഴിഞ്ഞ് മൂന്നാം ഘട്ട ചർച്ച നടന്നു. അവിടെ കൈകൊടുത്ത് പിരിഞ്ഞു. നാലാം ഘട്ട ചർച്ച സമയത്തായിരുന്നു അയത്തുള്ള അലി ഖംനിയെ കൊല്ലുന്നത്. ചതിപ്രയോഗത്തിലൂടെ അമേരിക്കയും ഇസ്രായേലും കൂടി സംയുക്തമായിട്ട് ആക്രമണം നടത്തി കൊല്ലുന്നത്. അപ്പം അവിടെ എന്ന് പറയുന്നത് ചതിപ്രയോഗത്തിലൂടെയാണ് ചെയ്യുന്നത്. ആ ചതി ഇറാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് ഈ മുജ്തബ ഖമേനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ആക്രമണങ്ങൾ നടക്കാൻ സാധ്യതകളുണ്ട് എന്നൊരു പക്ഷെ മനസ്സിലായി കാണും. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ ഈ സുരക്ഷിതമായിട്ട് വെച്ചുകൊണ്ട് തന്നെ ഈ ശവസംസ്കാര ചടങ്ങുകൾ എന്നും പറഞ്ഞ് അദ്ദേഹം ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നതല്ല. അദ്ദേഹമാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ആക്രമണങ്ങളും IRGCയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഒരിക്കലും അദ്ദേഹം മാറി നിൽക്കുന്നതോ പേടിച്ചിട്ട് മാറി നിൽക്കുന്നതോ അല്ല. എന്തായാലും അഞ്ജന പറഞ്ഞു വന്നതുപോലെ തന്നെ ഒരിക്കലും അങ്ങനെ ഇറാനെ തളർത്താനോ അല്ലെങ്കിൽ ഇറാനെ പിടിച്ചെടുക്കാനോ അമേരിക്കയ്ക്കും ട്രംപിനും ഒരിക്കലും സാധിക്കില്ല. ഇതിനകത്ത് കള്ളക്കളിയുമായിട്ട് വരുന്ന നെതന്യാഹുവിനെ അടിച്ചോടിക്കുക തന്നെ ചെയ്യും. കാരണം നെതന്യാഹുവിന്റെയും ട്രംപിന്റെയും ഒന്നും കളി ഇറാനിൽ നടക്കില്ല എന്നത് ഈ ഒരു യുദ്ധത്തിൽ നിന്ന് അഞ്ജനയ്ക്ക് മനസ്സിലായില്ലേ? പിന്നെ തീർച്ചയായും മനസ്സിലായിട്ടുണ്ട്. കാര്യം നെതന്യാഹു ആണെങ്കിലും സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു യുദ്ധം അഴിച്ചു വിടുന്നത് അല്ലെ. താൻ യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ജയിലിൽ പോകുന്നുള്ള ഒരു വ്യക്തത പുള്ളിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ എപ്പോഴും ഈ യുദ്ധം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ആണെങ്കിലും ട്രംപിന്റെ കാര്യമാണെങ്കിലും സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടി എന്ത് വിടുവായത്വം പറയുന്ന ഒരാളായി മാറി ഇപ്പോൾ ട്രംപ്. അപ്പൊ ഇവരുടെയൊക്കെ ഇടയിൽ ഇറാൻ എന്ന് പറയുന്നത് ഇപ്പോഴും അത്യുന്നതത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇറാന്റെ ഈ ഒരു യുദ്ധത്തിൽ ഇറാന്റെ കാര്യം പറയുന്നത് നിലപാട്, ഇറാൻ സ്വീകരിക്കുന്ന നിലപാട് അത് 100% അങ്ങനെ തന്നെ മുന്നോട്ട്. അവിടെയാണ് ട്രംപും നെതന്യാഹുവും കൂടി കൊമ്പ് ഓർക്കുന്നതും വെളിവില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നതും ഒരു ബോധവും ബുദ്ധിയും ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും. കാരണം ഇന്ന് സമാധാനം എന്ന് പറയുന്നു, നാളെ രാവിലെ ആക്രമണം അഴിച്ചുവിടുന്നു, ഇറാൻ ഞങ്ങൾക്ക് മുന്നിൽ വണങ്ങി ഹോർമുസ് ഞങ്ങൾക്ക് തന്നു എന്ന് പറയുന്നു. എന്തിനേറെ പറയുന്നു, ഒരു ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഹോർമുസിന് എന്നുള്ള പേര് മാറ്റി അവിടെ ട്രംപ് എന്നുള്ള കടലിടുക്ക് എന്നാക്കി എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ട്രംപ് പറയുമ്പോൾ അതൊന്നും നടക്കാതെ പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും ഈ ശവസംസ്കാര ചടങ്ങുകൾ നടന്നു കഴിഞ്ഞാലും ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ആക്രമണം തൊടുത്തുവിട്ടാൽ പിന്നെ അമേരിക്ക വലിയ രീതിയിൽ തന്നെ ആക്രമിക്കും. ഒരു പക്ഷേ അമേരിക്ക അവസാനമായിട്ട് ഇറാനോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭൂപടത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ തുടച്ച് നീക്കും. അപ്പൊ ഇറാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതേ നാണയത്തിൽ തന്നെ ഞങ്ങൾ തിരിച്ചു വരും. അതായത് നിങ്ങളുടെ രാജ്യം മുഴുവൻ ഒരു നരകമായിട്ട് തീരുമെന്നാണ് IRGC അല്ലെങ്കിൽ ഇറാൻ പറയുന്നത്. അപ്പോൾ ഇറാന് ഈ ഒരു ആക്രമണത്തിൽ യാതൊരു തരത്തിലുള്ള മടിയുമില്ല. ഇറാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലിനെയും പെടുത്താൻ കഴിയും. അതായത് കുറേ നാളത്തേക്ക് ഇവരെ എണീക്കാൻ ശ്രമിക്കാത്ത തക്കവണ്ണം അല്ലെങ്കിൽ ഇനി ഒരു യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ അല്ലെങ്കിൽ യുദ്ധം തുടങ്ങാൻ അവർക്ക് കഴിയാത്ത വണ്ണം ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ട്.